ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഉച്ചവരെ നല്ല മഴ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ പുറത്തേക്ക് നിന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്താണ് രാവിലെ. അപ്പോൾ രാവിലത്തെ ചായയും കടിയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കടി ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കണത് കാണിച്ചതാണ്. ഇത് കുക്കറിൽ കറി വെച്ചിട്ടുണ്ട്. സോയാബീൻ. അപ്പൊ മസാല ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. ഞാൻ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് സോയാബീൻ വെന്ത ശേഷമാണ് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നല്ല വെള്ളം ഇല്ലാണ്ടാക്കിയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാനാണ്. ദോശയിൽക്കും ചപ്പാത്തിൽക്കൊക്കെ നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. അപ്പൊ അങ്ങനെ മേശമേലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ ചെടിയൊക്കെ ഒന്ന് സൈഡിലൊക്കെ നിറയെ ഇതായിട്ട് കിടക്കുകയാണ്, പുല്ലും ഇതൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ച ഈ ചെടി അറിയാണ്ട് ഇത് ചെറിയൊരു പാത്രത്തില് വെച്ചിട്ടുണ്ടായിരുന്നാണ്. പെട്ടെന്ന് ഇതായിട്ട് പോകുന്നു. അപ്പൊ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ തന്നെ ഇറക്കി വെക്കണം. അത് വേറൊരു ചട്ടിയിൽ വെച്ച് കൊടുക്കണം. നല്ല ഭംഗിയാണ്. തൂണിന്റെ മേലെ പടർന്നിട്ടുള്ള ഒരു ചെടിയാണ്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുറത്തുള്ള പണിയൊക്കെ കുറച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. അപ്പൊ നല്ല മഴ വീണ്ടും തുടങ്ങിയപ്പോ വീണ്ടും കയറി. ഇപ്പൊ മുളകിന്റെ ഇത് മുന്നത്തെ വീഡിയോയിൽ പാവിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബജ്ജി മുളകിന്റെയാണ്. അപ്പൊ അങ്ങനെ ചെറപറ പൂവാണ്. 2-4 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് മുന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇത് പൂവുണ്ടായപ്പോ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അങ്ങനെ ചെടികളൊക്കെ കുറച്ചെടുത്ത് അങ്ങനെ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കലത്തെ കറി. അപ്പൊ രസം പുളിവെള്ളമാണ് ഇട്ട. അപ്പൊ അതിലേക്ക് നല്ല ജീരകം, ഉലുവയും കുരുമുളകും കൊണ്ട് പൊടിച്ചിട്ട് ഇടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണിത്. അപ്പൊ അതൊക്കെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രസത്തിന്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിന്റെ പൊടിയാണ്. കായം മറ്റേ പച്ചക്കായ ഇല്ലെന്റെ. അപ്പൊ ഈ കായത്തിന്റെ പൊടി ഇട്ട് കൊടുത്തതാണ്. കുറച്ച് വേപ്പിന്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി മുറിച്ചത് അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ച ശേഷമാണ് അത് താളിച്ചൊഴിക്കണത്. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി തിളച്ച് കുറച്ച് ഇതായ ശേഷമാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ഉലുവയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് താളിച്ചൊഴിച്ചിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഇട്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.